സൈപ്രസിൽ തനിക്ക് ലഭിച്ച പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരിയോസ് മൂന്നാമൻ എന്ന പുരസ്കാരം വസുധൈവ കുടുംബകം എന്ന ആശയത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെഡിറ്ററേനിയൻ രാഷ്ട്രത്തിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈപ്രസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് മൂന്നാമൻ പുരസ്കാരം ലഭിച്ചത്. അംഗീകാരത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന് പ്രധാനമന്ത്രി മോദി അവാർഡ് സമർപ്പിച്ചു. ഈ ബഹുമതി എനിക്ക് നരേന്ദ്രമോദിക്ക് മാത്രം ലഭിച്ച അംഗീകാരമല്ല, 1.4 ബില്യൺ ഇന്ത്യക്കാർക്കുള്ള ബഹുമതിയാണിത്. അവരുടെ ശക്തിക്കും അഭിലാഷങ്ങൾക്കുമുള്ള ആദരമാണിത്. ഇന്ത്യയുടെ സംസ്കാരം, മൂല്യങ്ങൾ, ലോകം ഒരു കുടുംബമാണ് എന്ന വസുധൈവ കുടുംബകം എന്ന തത്വശാസ്ത്രം, ഇവയ്ക്കുള്ള അംഗീകാരം കൂടിയാണിത്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തെ ജനങ്ങളുടെ, ആ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങുമ്പോഴും ഭാരതത്തിൻ്റെ സംസ്കാരം അവിടെ മുറുകെ പിടിക്കുന്നു, ഭാരതത്തെ ഉയർത്തി കാണിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം ഓരോ നേതാവും. നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കുന്നത് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഒരു കാലത്ത് ചരിത്രത്തിൽ നവീന ഇന്ത്യ എന്ന വാക്കിന് സമം ചേർക്കാൻ പോകുന്ന പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നായിരിക്കും. ഭാരതത്തെ താങ്ങാൻ പർവ്വതം പോലെ നിലനിൽക്കുന്ന നരേന്ദ്രമോദിക്ക് കാവലാകാൻ കൊടുങ്കാറ്റ് പോലെ ഒരു ഭാരത സമൂഹം കൂടെയുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മുതൽ പലരും നരേന്ദ്രമോദി എന്ന മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോഴും കുപ്രചരണങ്ങൾ വഴി ഈ മനുഷ്യനെ തളർത്താൻ നോക്കി. പക്ഷെ പിന്നീട് നാം കണ്ടതോ ലോകരാഷ്ട്രങ്ങൾ വരെ നരേന്ദ്രമോദിയെ പുകഴ്ത്താൻ തുടങ്ങിയിടത്താണ്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ പരമോന്നത ബഹുമതി പോലും മോദിജിയെ തേടിയെത്തി. സൗദി അറേബ്യയുടെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ അനേകം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഇതിനിടെ പ്രധാനമന്ത്രി മോദിയെ തേടിയെത്തിയിട്ടുണ്ട്. G20 ഉച്ചകോടിയിൽ ദില്ലിയിൽ മോദി സ്വന്തമാക്കിയ 4 ചരിത്ര നേട്ടങ്ങൾ നമ്മൾ ആരും മറന്നിട്ടില്ല. അതൊരു നിസ്സാര കാര്യമല്ല. ഭാരതത്തെ മാത്രമല്ല ഈ ലോകത്തെയും തന്റെ ഒപ്പം നിർത്താൻ ഈ നേതാവിന് കഴിയും എന്നുള്ള ഉറപ്പുകൂടിയായിരുന്നു G20. ഏത് സർക്കാർ ഭരിച്ചപ്പോഴാണ് ഇതുപോലെ ലോക നേതാക്കൾ ഒരുമിച്ച് ഇന്ത്യൻ മണ്ണിൽ എത്തിയത്? ഇതൊരു വലിയ നേട്ടമാണ്. ചായക്കടക്കാരന്റെ നയതന്ത്രം എത്രമാത്രം ശക്തമാണ് എന്നുള്ള നേട്ടം. സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശത്രു രാജ്യങ്ങളെയും വിഘടനവാദികളെയും കൂട്ടുപിടിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികളും വർഗീയ സാമുദായിക ശക്തികളും ശ്രമിക്കുന്നു. പക്ഷെ എല്ലാ കളിയിലും പ്രതിപക്ഷം പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ് ദൃശ്യമാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, സത്യവും ധർമ്മവും നീതിയുമാണ് മോദിജിയുടെ മുഖമുദ്ര. കൂടാതെ ശക്തമായ ഒരു ഭാരതീയ പൈതൃകത്തിന്റെ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ പരമോന്നത പുരസ്കാരം നേടുമ്പോഴും അദ്ദേഹം വസുധൈവ കുടുംബകം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എല്ലാ ഭാരതീയരും, എനിക്ക് പിന്നാലെയുള്ള എല്ലാ ഭാരതീയരും, എനിക്കൊപ്പമുള്ള എല്ലാ ഭാരതീയരും, അവർ കൂടി ചേർന്നാലേ ഞാനാകൂ എന്ന ആ ഒരു വീണ്ടും വിചാരം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ ഇത്ര വലിയ ഒരു ലോക നേതാവാക്കുന്നത്, ഭാരതം മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. അതിനൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ. 2014 മോദിജി പ്രധാനമന്ത്രിയായ സമയത്ത് വളർന്നു വരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 144 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 2017 ആയപ്പോൾ 133 സ്ഥാനത്തേക്ക് മുന്നേറി. 2019 ആയപ്പോൾ 77 സ്ഥാനത്തേക്ക് ഉയർന്നു. 2020 63 സ്ഥാനത്തേക്ക്. 2021 ആയപ്പോൾ വ്യവസായങ്ങൾ തുടങ്ങാനും വിദേശ നിക്ഷേപങ്ങൾ നടത്താനും സുരക്ഷിതവും അനുകൂല സാഹചര്യവുമുള്ള രാജ്യങ്ങളുടെ ടോപ്പ് 10 പട്ടികയിൽ ഭാരതം ഇടം നേടി. 2022 ആയപ്പോഴേക്കും ആദ്യ 5 രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതവും എത്തി. ഈ മനുഷ്യനെ എറിയുന്ന കല്ലുകളെല്ലാം എറിയുന്നവർക്ക് നേരെ തന്നെ തിരികെ എത്തുകയാണ്. മോദിജി ശക്തമായി എല്ലാം അതിജീവിച്ച് യാത്ര തുടർന്നു. ഭാരതം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അഭിമാനമുള്ള ഭാരതീയർ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ പ്രാർത്ഥനയും പിന്തുണയും മോദിജിയുടെ കൂടെ എപ്പോഴുമുണ്ട്. മോദിയുടെ വിദേശ നയം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ യഥാർത്ഥ സാധ്യതയും പങ്കും വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം തന്റെ പ്രഥമ ഊഴത്തിൽ സാർക്ക് രാഷ്ട്ര തലവന്മാരെ ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. രണ്ടാം ഊഴത്തിലാകട്ടെ ബിംസ്റ്റെക് രാഷ്ട്ര തലവന്മാർ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സാക്ഷികളായി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകമെമ്പാടും ശ്രദ്ധ നേടി. ഉഭയരാഷ്ട്ര ചർച്ചകൾക്കായി 17 വർഷങ്ങൾക്ക് ശേഷം നേപ്പാളിലും, 28 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലും, 31 വർഷങ്ങൾക്ക് ശേഷം ഫിജിയിലും, 34 വർഷങ്ങൾക്ക് ശേഷം UAE-യിലും സ്പെഷ്യൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം മോദി ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, സാർക്ക്, G20 ഉച്ചകോടികളിൽ സജീവമായി പങ്കെടുത്തു. ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും അവതരിപ്പിച്ചു. ഇപ്പോൾ സൈപ്രസിൽ അദ്ദേഹം എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദർശനത്തെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. സൈപ്രസ് തുർക്കിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. തുർക്കി പാകിസ്ഥാനൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ പണി കൊടുത്തതിനുള്ള മറുപടി സൈപ്രസിലൂടെ തുർക്കിക്ക് കൊടുക്കുമോ എന്നും പലരും ആശങ്കയോടെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരാളെയും അങ്ങോട്ട് ചെന്ന് നരേന്ദ്രമോദി ആക്രമിക്കാറില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ട്
ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജനങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെറുതെ വിട്ട ചരിത്രവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.